അല്ല, വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ വി എസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്ത മുഴുവൻ യഥാർത്ഥത്തിൽ വി എസ് പിണറായി വിഭാഗീയതയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊരു 98 തുടങ്ങി 2013 വരെയാണ്. പക്ഷേ അതിന് മുമ്പ് വി എസ് വലിയൊരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് നമുക്ക് ഭൂരിപക്ഷം പേർക്കും അറിയില്ല. അത് വി എസ് CITU വിവാദമാണ്. അതാണ് അതിന് മുമ്പുണ്ടായിരുന്നത്, വി എസ് ബാലാനന്ദൻ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വി എസ് ഇതിലേക്ക് വരുന്നത്, മനസ്സിലായോ? പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു തർക്കം. വികസനം മതി, പരിസ്ഥിതി വേണ്ട എന്ന് പറയുന്ന CITUകാർ. എന്നാൽ വികസനം പരിസ്ഥിതി കൂടി പരിഗണിക്കാതെ ഉള്ള വികസനം ശരിയാവില്ല എന്ന് പറയുന്ന വി എസ്. അപ്പോൾ അതിനൊരു ഐഡിയോളജിക്കൽ ഒരു അണ്ടർപിന്നിങ് അതിനുണ്ടായിരുന്നു ആ സമരത്തിന്. പക്ഷേ പിണറായി വി എസിനകത്തുള്ള ഉണ്ടായതാണ്, പിണറായിയുടെ നേതൃത്വത്തിൽ എല്ലാ ജീർണതകളും, അഴിമതി, വിഭാഗീയത, എല്ലാ വൃത്തികേടുകൾക്കെതിരെയും വി എസ്. അതാണ് വി എസ് പിണറായി, മനസ്സിലായില്ലേ? അപ്പം 2001-2006 കാലഘട്ടത്തിൽ വി എസ് എന്തൊക്കെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു, ആ വിഷയങ്ങളുടെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിന്നത് പിണറായി വിജയനാണ്. വി എസ് എന്താ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ പിണറായി വിജയൻ എതിർക്കും. അത് ഏത് വിഷയമായാലും. അത് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്ക് കൊണ്ട് നിന്ന് മുഴുവൻ ആരാ? പിണറായി വിജയനും പി ശശിയും MK ദാമോദരനും, മനസ്സിലായില്ലേ? അപ്പം വി എസിൻ്റെ ജീവിതത്തിലെ ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം. അപ്പോൾ വി എസിന് ചെയ്താർത്ഥത്തിൽ CITU ആയിട്ടുള്ള തർക്കത്തിൽ വി എസ് ജയിച്ച് വി എസ് പാർട്ടി സെക്രട്ടറി ആയി. എന്നാൽ പിണറായിയുമായിട്ടുള്ള സമരകാലത്ത് 1998 മുതൽ 2006 വരെ വി എസ് MN വിജയൻ മാഷ് പറഞ്ഞ പോലെ പരാജയം പഠിച്ച് മാത്രമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായി? അപ്പോൾ വി എസ് പിണറായി തർക്കം എന്ന് പറയുന്നത് ശരിയും തെറ്റും തമ്മിലുള്ള തർക്കമായിരുന്നു, മനസ്സിലായി? മറ്റതിനൊരു ഐഡിയോളജി ഉണ്ടായിരുന്നു. ഇതിന് ഐഡിയോളജി ഇല്ല. ഒരു വശത്ത് എല്ലാ തെറ്റ്, ഒരു വശത്ത് ശരി. അപ്പോൾ 1998 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആവുന്നത്. അതിനുശേഷം യഥാർത്ഥത്തിൽ 2006 ഈ പാർട്ടി അടിമുടി പിണറായി വിജയനിലേക്ക് പോകുന്നത്, മനസ്സിലായില്ലേ? 1998-നും 2000 ഇടയിലുമുള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വം പിണറായി വിജയനായിരുന്നെങ്കിലും വി എസ് പക്ഷം എന്ന് പറഞ്ഞ് ശക്തമായൊരു പക്ഷം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു, എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 2005 ഫെബ്രുവരി 18 മുതൽ 24 വരെയാണ് സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വി എസ് പോകുമ്പോൾ 8 ജില്ലയിലെ ഭൂരിപക്ഷമായിട്ടാണ് വി എസ് പോകുന്നത്, മനസ്സിലായി? അപ്പോൾ പാർട്ടിക്കകത്ത് വി എസ് ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം യഥാർത്ഥത്തിൽ 2006 ശേഷമാണ് വരുന്നത്. കാരണം 2006 എന്ന് പറഞ്ഞാൽ വലിയൊരു വാട്ടർ ഷെഡായിരുന്നു. 2006 വി എസ് പോകുമ്പോൾ 14 ജില്ലകളിൽ 8 ജില്ലയുടെ ഭൂരിപക്ഷം വി എസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ഈ ജില്ലകളെല്ലാം വി എസിൻ്റെ തട്ടകങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും 2005 വി എസ് പാർട്ടി പിടിക്കും എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്, കാരണം ഭൂരിപക്ഷം. പക്ഷേ ആ മലപ്പുറം സമ്മേളനത്തിൽ എല്ലാ വൃത്തികേടുകളും, പണവും, എല്ലാ വൃത്തികേടുകളും അധികാര സ്ഥാനം ഉപയോഗിച്ച് വി എസിന് വേണ്ടി മത്സരിച്ച 7 പേരെയും തോൽപ്പിച്ചു പിണറായി. അതിനെല്ലാം ഹൂക്ക് ആൻഡ് ക്രൂക്ക് പിണറായി ഉപയോഗിച്ചു, മനസ്സിലായി? അങ്ങനെ 2006 അന്ന് പിണറായി പാർട്ടി സെക്രട്ടറി ആയപ്പോഴത്തേക്കും മനോരമയിൽ വന്ന മിന്നൽ പിണറായി എന്നാണ്, മനസ്സിലായി? അങ്ങനെ 2006 പാർട്ടി പരിപൂർണമായി പിണറായിയിലേക്ക് പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രൂഷ്യൽ ഘട്ടം എന്ന് പറയുന്നത് 2005 ഫെബ്രുവരിക്കും 2006 മെയ്നും ഇടയിലുള്ള കാലഘട്ടമാണ്. 2005 മലപ്പുറം സമ്മേളനം തോറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊക്കെ എന്തിനാണ് ഈ ജീവിച്ചിട്ടെന്ന് വിചാരിച്ചു. കാരണം പാർട്ടി പൂർണ്ണമായി പിണറായിയിലേക്ക് പോയി. പിന്നെ ഒരു വർഷമുള്ള ഇലക്ഷന് വി എസ് എത്ര ജനങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാലും പാർട്ടിയല്ലേ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി. അങ്ങനെയാണല്ലോ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പം 2005 ഫെബ്രുവരി മുതൽ 2006 മെയ് വരെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും മനസ്സ് വിങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. കാരണം വി എസ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, പക്ഷേ പാർട്ടി വി എസിനെ ആക്കില്ല. കാരണം പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി ആരാണോ. അപ്പോൾ ആ വിങ്ങലോടുള്ള പ്രവർത്തനമാണ് പിന്നെ ഒരു വർഷം നടത്തുന്നത്. പക്ഷേ ആ ഒരു വർഷവും വി എസ് ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഓരോ ഇഞ്ചിലും വി എസ് ഉണ്ടായിരുന്നു. ആ ജനങ്ങളാണ് അവസാനം ഈ പാർട്ടി നേതൃത്വത്തിനോട് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി മതി എന്ന് പറഞ്ഞ് 10,000-കണക്കിനായിട്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, മനസ്സിലായി? അപ്പം വി എസിൻ്റെ ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് വി എസ് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. വി എസ് മുഖ്യമന്ത്രി ആയതോടുകൂടി വി എസിൻ്റെ കൂടെ നിന്നവരെ ഈ പറഞ്ഞ പോലെ ഹൂക്ക് ആൻഡ് ക്രൂക്ക്, പിണറായി എന്ന് പറഞ്ഞ ആ ഒരു നേതാവ്, അതൊരു പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു സിമ്പലാണ്. എല്ലാ ഹൂക്കിൻ്റെയും ക്രൂക്കിൻ്റെയും റൂത്ത്ലെസ്നെസ്സിൻ്റെയും എല്ലാ വൃത്തികളുടെയും ഒരു മൂർത്തിമത് ഭാവമാണ്
അതൊരു മനുഷ്യൻ ആണെങ്കിലും അതൊരു സിമ്പലാണ്. ആ സിമ്പൽ 2006 VS മുഖ്യമന്ത്രി ആയതോടുകൂടി ഓരോരുത്തരെയും ഇയാളെ പിടിക്കണമെങ്കിൽ എന്നത് വേണം, അയാളെ അങ്ങനെ പിടിക്കും. ഇയാളെ പിടിക്കണമെങ്കിൽ അധികാരം വേണം, അയാളെ അങ്ങനെ പിടിക്കും. ഇയാളെ പിടിക്കണമെങ്കിൽ പൈസ വേണം, അങ്ങനെ പിടിച്ച് എല്ലാ ഹൂക്ക് ആൻഡ് ക്രൂക്കിലൂടെയും VS ഒറ്റപ്പെടുന്ന പ്രവർത്തനം 2006 തുടങ്ങി. അപ്പോൾ 2006 മുതലുള്ള വേറൊരു ഘട്ടമാണ്. അതിന് ശരിക്കും 2013 അവസാനിച്ചു. 2013 ആയപ്പോഴത്തേക്ക് എല്ലാവരും VS വിട്ടുപോയി. കാരണം എന്താണ്? VS പ്രത്യശാസ്ത്രവും രാഷ്ട്രീയവും മാത്രമേ ഉള്ളൂ. പണമില്ല, ഈ പറഞ്ഞ പോലെ അധികാരമില്ല, വൃത്തികേടുകളില്ല, പണക്കാരനില്ല, ഇതൊന്നും VS ഇല്ല. അതുപയോഗിച്ചുകൊണ്ട് VS കൂടെ നിന്ന എല്ലാവരും ഓരോരുത്തരെയും അയാൾ പിടിച്ചു. അങ്ങനെ 2006 മുതലാണ് VS ഒറ്റപ്പെടൽ ആരംഭിക്കുന്നത്. 98 മുതൽ 2006 അല്ലെങ്കിൽ 2000 മുതൽ 2006 വരെയുള്ള കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ VS 75 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെയും ഉജ്ജ്വലമായ പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും ഒരു സന്നിവേശം എന്ന് പറയുന്നത് 5 വർഷം. ആ 5 വർഷം കൊണ്ടാണ് ഞാൻ അവകാശപ്പെടുന്നത് VS ഇപ്പോഴും ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് VS മുഖ്യമന്ത്രിയായ കാലത്തല്ല, VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇന്നും VS വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ ഒതുക്കി പിടിച്ചെന്ന് പറഞ്ഞാലും VS ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നെ നിങ്ങൾ ആലോചിക്കൂ, 75 വർഷത്തെ VS ജീവിതത്തിൽ 5 വർഷക്കാലമാണ് ഞാൻ VS കൂടെ ജീവിച്ചത്. അതെന്താണ്? ഒന്നുമല്ല 5 വർഷക്കാലം. പക്ഷേ എനിക്ക് VS എൻ്റെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം. അപ്പോൾ അതാണ് VS എന്ന് പറയുന്നത്. അതൊരു വികാരമാണ്, മനസ്സിലായില്ലേ? അപ്പം അതിനെ ഇല്ലാതാക്കാൻ ആർക്കാ പറ്റുന്നത്? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. അപ്പോൾ ഞാൻ 3-4 ദിവസമായിട്ട് രാവിലെ ഒരു പോയിട്ട് വരെ ഞാൻ അവിടെ വന്നിരിക്കുക. എന്നോടാളുകൾ ചോദിക്കും VS എന്തായി? ഞാൻ പറയാം എനിക്കറിയില്ല, VS എന്തായി, എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം VS എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സ് സ്പന്ദിക്കുന്നുണ്ട്. VS ഉണ്ട് ഇവിടെ ലോകത്ത്, എനിക്കത് മതി.